പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് ഐനാംസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ 84-ാം വാർഷിക സമ്മേളനം തടാകം ക്രിസ്തു ശിഷ്യാശ്രമത്തിൽ വെച്ച് ഈ വരുന്ന സെപ്റ്റംബർ മാസം 30, ഒക്ടോബർ 1, 2 തീയതികളിൽ നടക്കുകയായി. ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ മുഖ്യമായ ചിന്താവിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യമാണ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ മാർത്തോമാ ശ്ലീഹായുടെ ഒരു വലിയ പ്രസ്താവമാണ് അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ഈ വാക്യം നാം വായിച്ചു കേൾക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു പ്രതിസ്പന്ദനമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് പോലെ യേശു തമ്പുരാൻ തന്നെ പറയുകയാ, നമുക്കും പോകാം. ആ സന്ദർഭത്തിൽ യേശു ക്രിസ്തു ശിഷ്യരോടൊപ്പം യോർദാൻ നദിയുടെ അക്കരെയായിരുന്നു. ട്രാൻസ് ജോർഡൻ എന്ന് ഇംഗ്ലീഷിൽ. യോർദാനിൽ വെച്ചാണ് യോഹന്നാനിൽ നിന്ന് കർത്താവ് സ്നാനം സ്വീകരിച്ചത്. ആ യോർദാൻ്റെ നദിയുടെ അക്കരയിലേക്കാണ് യേശു ക്രിസ്തു ശിഷ്യരോടൊപ്പം പിൻവാങ്ങിപ്പോയത്. അത് പൂർത്തിയാവുമ്പോൾ കർത്താവ് തന്നെ ശിഷ്യരോട് പറയുകയാ, നമുക്കും പോകാം. എവിടെ? യഹൂദ്യയിലേക്ക്. യഹൂദ്യയിലേക്കോ? ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. കാരണം കഴിഞ്ഞ സന്ദർഭത്തിൽ യഹൂദ്യയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ കാണെ യേശുവിനെ കൊല്ലേണ്ടതിന് യഹൂദർ കല്ലെടുത്തു. അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരുമ്പെട്ട ഒരവസരത്തിൽ കർത്താവ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് യോർദാൻ്റെ അക്കരയിലേക്ക് പിൻവാങ്ങിപ്പോയതാണ്. നമുക്കും പോകാം, കർത്താവ് പറയുക. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം തന്നെ 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചതല്ലേ എന്ന്. വീണ്ടും 15-ാം വാക്യമാകുമ്പോൾ ലാസറിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ട് വീണ്ടും കർത്താവ് പറയുകയാ, നാമും പോകാം. എവിടേക്ക്? ബഥാന്യയിലേക്ക് പോകണം. യഹൂദ്യയുടെ തലസ്ഥാനമായ യെരുശലേമിൽ നിന്ന് 2 മൈൽ അക്കരെ മാറിയുള്ള പ്രദേശമാണ് ബഥാന്യ. അവിടെ ലാസർ ദീനമായി കിടക്കുന്നു. യേശു സ്നേഹിക്കുന്ന ഭവനമാണ്. പോകണം. പക്ഷേ അവിടെ അപകടം പതിയിരിപ്പുണ്ടെന്ന് ശിഷ്യർക്ക് നല്ലതുപോലെ അറിയാം. ചുരുക്കത്തിൽ നാമും പോകാം. എവിടേക്ക്? കല്ലെറിവാനായി കാത്തിരിക്കുന്ന യഹൂദരുടെ മധ്യത്തിലേക്ക്, ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പോഴും അപകടം പതിയിരിപ്പുണ്ട്. അത് വകവയ്ക്കാതെയാണ് കർത്താവ് പറയുന്നത്, നാമും പോകാം. സുവിശേഷത്തിന് വേണ്ടി ഈ ഒരു വലിയ അപകടം അഭിമുഖീകരിക്കുന്നതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കർത്താവ് അനേകരെ സൗഖ്യപ്പെടുത്തുന്നതിന്,
അനേകരെ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്നതിന്, പാപികളെ ദൈവസന്നിധിയിലേക്ക് മാനസാന്തരത്തിൻ്റെ പുത്തൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്, അവിടെയെല്ലാം ദൗത്യ നിർവഹണത്തിൻ്റെ അപകടം പതിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വസ്തുത എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നാമും പോക യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനത്തോടുള്ള ഒരു പ്രതിസ്പന്ദനമാണ് 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ തോമാസ് ലീഹായുടെ വചനങ്ങളിലൂടെ നാം കേൾക്കുക. ഇതൊരു പ്രതിസ്പന്ദനമാണ്. കർത്താവ് പറയുക നമ്മോട്, let us go, let us confront oppositions and persecutions for the sake of the gospel. അവിടെയാണ് തോമാസ് ലീഹായുടെ പ്രതിസ്പന്ദനം. രണ്ടാമത് നാം കാണുകയാണ്, തോമാസ് ലീഹ ഈ പ്രതിസ്പന്ദനത്തെ ഒരു പ്രതിധ്വനിയായി സ്വാംശീകരിക്കുകയാണ്. അയാൾ തന്നെ പറഞ്ഞതാണ്, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം. ആ പ്രസ്താവന അവിടെ അവസാനിക്കുന്നുവെങ്കിലും തോമാസ് ലീഹായുടെ കർണപുടങ്ങളിൽ തൻ്റെ തന്നെ ശബ്ദം പ്രതിധ്വനിക്കുകയാണ്, ആവർത്തിച്ച് let us go that we may die with our Lord Jesus for the sake of the gospel, in order to fulfill the mission that is entrusted upon us. പ്രതിസ്പന്ദനത്തെ തോമാസ് ലീഹ തന്നെ ഒരു പ്രതിധ്വനിയായി കർണപുടങ്ങളിൽ പതിയുമാർ ആവർത്തിച്ച് ആ വാക്കുകളുടെ അനുരണനം ഉണ്ടാവുകയാണ്. ആ എക്കോ ഇങ്ങനെ ആവർത്തിച്ച് കർണപുടങ്ങളിൽ പതിയുന്നു. ഈ പ്രതിസ്പന്ദനം, പ്രതിധ്വനി, കർണപുടങ്ങളിൽ പതിയുന്ന പ്രതിധ്വനി, അത് ഒരു പ്രതിബദ്ധതയായി സ്വീകരിക്കുന്നു. അതാണ് മൂന്നാമത്തെ അവസ്ഥ. എന്തിൻ്റെ പ്രതിബദ്ധത? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ അനുശാസനം. Let us go that we may die for the sake of the Lord, sake of the gospel. അത് ഒരു പ്രതിബദ്ധതയായി, കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റുക തന്നെ വേണം ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി. ഇതാണ് ആ വാക്കിൻ്റെ ആഴമായ അർത്ഥം. കുഞ്ഞുങ്ങളെ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. Let us go. ഇത് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ തന്നെ ആഹ്വാനത്തിൻ്റെ പ്രതിസ്പന്ദനമായി വരണം. അത് പ്രതിധ്വനിയായ നമ്മുടെ കർണപുടങ്ങളിൽ പതിഞ്ഞ് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അതൊരു ദൗത്യ നിർവഹണത്തിന് പ്രേരകമായി, ഒരു പ്രതിബദ്ധതയായി, യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരേക്കിലേക്ക് പകർന്നു കൊടുക്കുവാൻ പ്രാതികൂല്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടുള്ള യേശുക്രിസ്തുവിൻ്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു വലിയ അവസ്ഥയിലേക്ക് തോമസ് ലീഹ വരുന്നതായി നാം കാണുകയാണ്. തോമസ് ലീഹയുടെ ജീവിതത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ അനുഭവമാകുന്നത് നമ്മൾ കാണുന്നില്ലേ? ഭാരതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അങ്ങനെ ആ പ്രതിബദ്ധത ഏറ്റെടുത്തതിൻ്റെ ഫലമായി കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തവും വാർന്നൊഴുകി 3-ാം ദിവസം രക്തസാക്ഷിമരണം പ്രാപിക്കുന്ന സഹതായെ മാർത്തോമാസ് ലീഹായിൽ നാം കാണുന്നു. ഈ ഒരു കർത്താവിൻ്റെ ആഹ്വാനം നാമും പോകാം. ആ ആഹ്വാനം തോമാസ് ലീഹ സഹശിഷ്യരോട് പറയുകയാണ്, നമുക്കും പോകാം അവനോടുകൂടെ മരിക്കേണ്ടത്.
അതൊരു പ്രവചനം പോലെയായി സ്വന്തം ജീവിതത്തിൽ. അങ്ങനെയാണ് തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനം, നാമും പോകാം എന്ന ആഹ്വാനം ആവർത്തിച്ച് കേട്ട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് സ്വയം തീരുമാനമെടുത്തും ശിഷ്യരെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ചും അത് ജീവിതത്തിൽ നിറവേറ്റിയ ഒരു വലിയ പുണ്യവാനായിരുന്നു ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ മാർ തോമാസ് ശ്ലീഹ. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ, നമ്മുടെ പിതാവ് മാർ തോമാസ് ശ്ലീഹയുടെ വചനം ഇന്ന് നാം സ്വീകരിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാവുകയാണ്. ഈ വരുന്ന 2-3 ദിവസങ്ങളിലായി ക്രിസ്തു ശിഷ്യാശ്രമത്തിൽ തടാകത്തിൽ ഒത്തുകൂടുമ്പോൾ നമ്മൾ പര്യാലോചിക്കുന്നത്. ആ സമ്മേളനം അങ്ങനെ അനുഗ്രഹകരമാവട്ടെ. എങ്ങനെ നമ്മളുടെ പ്രതിജ്ഞ നാം പുതുക്കി സുവിശേഷത്തിൻ്റെ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി പരിത്യാഗത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനം സ്വീകരിക്കുവാൻ അവസരമായതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഐനാംസിൻ്റെ 84ാം കോൺഫറൻസിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരും.